അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസിയാസ് റസോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു പലഹാരം, ഒരു 4 മണി പലഹാരം. കായ്കൃത അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഴം, നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം. ഇതിന് നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണം. 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട. 4 നേന്ത്രപ്പഴത്തിന് 2 മുട്ട, പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂ. ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പഴം ഒന്ന് ചുവക്കെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ പെട്ടെന്ന് കഴിയും. പിന്നെ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്യണം. വൈകുന്നേരത്തെ ചായയോ കാപ്പിയോ എന്താ കഴിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ പലഹാരമായിട്ട് കഴിക്കാം. പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നെങ്കിൽ അവർക്കും നമുക്ക് ചായക്ക് ഒരു ചെറിയൊരു പലഹാരമായിട്ട് അവർക്കുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നെടുകെ പിളർന്നിട്ട് ഇങ്ങനെ നെടുകെ പിളർന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. പഴം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ചേർക്കുക. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഓയിലാണ് വാട്ടിയെടുക്കുന്നത്. ഇതിൽ നെയ്യ് ചേർത്തും നമുക്ക് വാട്ടിയെടുക്കാം. നെയ്യാകുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനെടുത്തിരിക്കുന്നത് ഓയിലാണ്. പഴം കളറ് മാറി വരുന്നുണ്ട്. നന്നായിട്ട് ചുവന്ന് വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് ഈ ഓയിൽ അങ്ങ് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിതിൽ മുട്ടയും പഴവും മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, കാഷ്യൂ വറുത്തിട്ട് ഇതിലിടുന്നുണ്ട്. ഇത് വേണമെന്നില്ല, പക്ഷേ ഇത് കൂടി ചേർത്തിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കണം. മുട്ട കലക്കി ഒഴിക്കരുത്. ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും. ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കണം. ഒന്ന് വെന്ത് വന്നാൽ നമുക്കിത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഇത് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിൽ നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വാട്ടി വെച്ച ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ പഴവും മുട്ടയും കുറച്ച് കാഷ്യൂ നന്നായിട്ട് ഇളക്കി ചേർക്കുക. പഞ്ചസാര നന്നായിട്ട് ചേർക്കണം. മധുരത്തിന് ആവശ്യമായ ഓരോ ആൾക്കും ഇഷ്ടം പോലെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. കുറച്ച് മധുരം മാത്രമേ വേണ്ടൂ എന്നുള്ള ആൾക്കാർക്ക് അത്രയും ചേർക്കാം. ഞാനിപ്പോൾ 4-5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് പഞ്ചസാര അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കുക. പഞ്ചസാര അരിയുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം.
മുട്ടയും അതിൽ ചേർന്ന് നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്. നല്ല മധുരവും രുചിയുമുള്ള കായ്ക്കറുത് തയ്യാറായി കഴിഞ്ഞു. ഇത് വൈകുന്നേരത്തെ സ്നാക്സായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ അടുത്ത ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.